Hello everyone, welcome back to Journey Together by Nasiba and Mesfer. ഇന്ന് നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമൊക്കെ എപ്പോഴും പോയിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ലോക്ക്ഡൗണും എല്ലാം വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് പോകുന്നത്, അതും ഊട്ടിയിലേക്ക്. ഞങ്ങളുടെ ഒരു ഫേവററ്റ് സ്പോട്ടാണ് ഊട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു സീസണും അല്ല, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം അങ്ങനെയൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു റിലാക്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അതും സഡൻ പ്ലാനിങ് ആയിട്ട് പോയത്. മേട്ടുപ്പാളയമൊക്കെ അടുത്ത് എത്താറായപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഇത് മിനി കോംബോ ആണ്. ഹോട്ടൽ അമുദാസ് എന്നായിരുന്നു പേര്. നല്ല നീറ്റായിരുന്നു കേട്ടോ ഹോട്ടൽ. മിനി കോംബോയിൽ ഉണ്ടാവുക ഇഡലി, വട, ദോശ, പൂരി, പിന്നെ അതിന് വേണ്ട കറികൾ, പിന്നെ പൊങ്കലൊക്കെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചതാണ്. പിന്നെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ചപ്പോൾ നല്ലൊരു ഹാപ്പി ആൻഡ് എനർജറ്റിക് ആയി. ആ ഒരു ട്രിപ്പിന് ഒന്നുകൂടെ ഒരു ഉഷാറ് വന്നു. നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയപ്പോൾ. പിന്നെ ഒരു സ്വീറ്റ് ഐറ്റം കൂടി ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പെട്ടെന്ന് തന്നെ ഇറങ്ങി. രാവിലെ നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് 1 day ട്രിപ്പാണിത്. എപ്പോൾ ഊട്ടിയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടിൽ ഇറങ്ങണം എന്നുള്ളൊരു ദുരുദ്ദേശത്തോടു കൂടിയാണ് വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുക. എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് ബർലിയർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉടനെ. ബർലിയർ. ഉങ്ങളുടെ പേര് ഗ്രേസി. അപ്പോ ഗ്രേസി ചേച്ചിയുടെ കടയാണ്. ദ ബർലിയർ ചെക്ക് പോസ്റ്റ് ഇവിടെ തന്നെയാണ്. അപ്പൊ ഗ്രേസി ചേച്ചിയുടെ ഷോപ്പില് ഇഷ്ടം പോലെ കളക്ഷൻസും ഉണ്ട്. ഒരുപാട് സ്റ്റാർട്ടിങ് എത്ര രൂപ മുതലാണ്? 10 രൂപ 10 ഇപ്പൊ 20 രൂപയായി. 20 രൂപ മുതൽ ഇവിടെ ചെടികൾ കിട്ടും. അത് നമ്മൾക്ക് ഓൺലൈനൊക്കെ നോക്കിയാൽ 200 രൂപയുടെ ചെടികൾ ഒക്കെയാണ് ഇവിടെ അത്രയും ചീപ്പായിട്ടുള്ളത്. അപ്പോൾ ഊട്ടിയിൽ എത്തുന്നതിന്റെ മുന്നേ ആണ് ഈ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് ഒരു ടോട്ടൽ 5 കടകളാണ് ചെടികൾ. വരുമ്പോ റൈറ്റ് സൈഡിലായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോ ബർലിയാർ എത്തുമ്പോ റൈറ്റ് സൈഡ് 5 കടയുണ്ട്. അതാണപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ. സെക്യുലൻസൊക്കെ പണ്ട് 10 rupees 20 rupeesനൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കിട്ടുന്നില്ല. കാരണം എല്ലാം ഓൺലൈൻ സെയിൽസ് ആയതുകൊണ്ട് ഇവർക്കും കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചെടികളിപ്പോൾ വേറെ ടൈപ്പാണ്. ആദ്യമൊക്കെ സെക്യുലൻസ് മാത്രമായിരുന്നു, ഒരുപാട് കളക്ഷൻസ്. ഇപ്പോൾ സെക്യുലൻസ് കുറവാണ് അവിടെ. വേറെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുണ്ട്. ഊട്ടിയുടെ വേറൊരു പ്രത്യേകത, ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഓരോ കളറാണ്. ഇപ്രാവശ്യം പോയപ്പോൾ കൂടുതൽ കാണാൻ കഴിഞ്ഞത് യെല്ലോ ആൻഡ് ഓറഞ്ച് കളറായിരുന്നു. യെല്ലോ, ഓറഞ്ച് ആൻഡ് റെഡ്, ഇത്രയും കളേഴ്സ് തിങ്ങി ഫ്ലവേഴ്സ് നിൽക്കുന്നുണ്ടായിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങി ഒന്നുകൂടി താഴെ മുതൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ഭയങ്കര അമേസിങ് വ്യൂ ആയിരുന്നു അത്.
പോകുന്നത് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ഒരു സ്ഥലങ്ങളൊന്നും ഇല്ല. അത് ഇപ്പോൾ എന്നല്ല, എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് പോവാറ്. ഒരുപാട് ടൂറിസ്റ്റുകൾ കൂടുന്ന സ്ഥലങ്ങൾ ഒന്നും പോവാതെ നമുക്ക് കുറച്ച് നേരം ഫ്രഷ് എയറൊക്കെ കൊണ്ട് നമുക്ക് കുറച്ച് നേരം ആ ഒരു തണുപ്പിൽ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇരിക്കാൻ എവിടെയാണോ പറ്റുന്ന സ്പോട്ട് കാണുന്നത് അവിടെ ഞങ്ങൾ സെറ്റിലാവും. അതാണ് എപ്പോഴും ചെയ്യാറ്. ഇപ്രാവശ്യവും അതുപോലെ തന്നെയാണ് ചെയ്തത്. നമുക്ക് സത്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഏതൊക്കെ പാർക്കുകളാണ് അവിടെ ഓപ്പൺ, അല്ലെങ്കിൽ ബോട്ടിംഗ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ, ഹോഴ്സ് റൈഡിങ് ഉണ്ടോ, ഇതൊന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഊട്ടിയിൽ പോയെങ്കിലും ഞങ്ങൾക്ക് അറിയില്ല. കാരണം ആ വഴിയൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല. നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ തപ്പി പോയി, കിട്ടുകയും ചെയ്തു. നല്ലൊരു അടിപൊളി ലൊക്കേഷൻ കിട്ടി. ഈ സ്ഥലത്തിൻ്റെ പേരറിയില്ല, പക്ഷെ നമ്മൾ ഫസ്റ്റ് പോയിരുന്നത് ലൗഡേലിലെ റെയിൽവേ സ്റ്റേഷനിലാണ്. ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് കുറവാണ്. നമ്മൾ മലയാളീസിനൊന്നും കാണുകയേ ചെയ്തില്ല അവിടെ പോയപ്പോൾ. അല്ലെങ്കിൽ അവിടെ ഉള്ളവരെക്കാട്ടിലും കൂടുതൽ മലയാളീസാണല്ലോ ഉണ്ടാവാറ്. പക്ഷേ ഒറ്റ മലയാളീസിനെയും അവിടെ ഇപ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം എന്നുള്ളവരാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇ പാസ് ഭയങ്കര ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇ പാസ് നമുക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പർപ്പസ് ടൂറിസം ആണെങ്കിലും നമുക്ക് ഇപ്പോൾ പാസ് കിട്ടുന്നുണ്ട്. അപ്പോൾ പാസ് ഇല്ലാതെ ഒരിക്കലും പോകാമെന്ന് വിചാരിക്കരുത്. കാരണം ചെക്ക് പോസ്റ്റിൽ പാസ് നോക്കുന്നുണ്ട്, നമ്മൾ സിഗ്നേച്ചർ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ പാസ് നമ്പറൊക്കെ അവിടെ നമ്മൾ കൊടുക്കണം. സോ പാസ് ഇല്ലാത്തവരൊക്കെ അവിടെ നിന്ന് തന്നെ റിട്ടേൺ മടക്കി വിടുകയാണ്. അപ്പോൾ ഒരിക്കലും പോകുന്നവരാണെങ്കിൽ പാസ് ഇല്ലാതെ പോകരുത്. ഞങ്ങൾ അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരുപാട് കുതിരകൾ റൂട്ടിലൂടെ പോയതും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാറുകളൊക്കെ കുറവല്ലേ, ആളുകളും കുറവാണ്. അപ്പോൾ ഇവരൊക്കെ ലാവിഷായിട്ട് നടക്കുകയാണ് റോഡുകളിൽ കൂടെയും. ഇതുപോലെ പുല്ല് കഴിക്കണമെന്നുണ്ടെങ്കിൽ മരങ്ങളുടെ ഇടയിൽ കൂടെയും ഒക്കെ ഒരുപാട് കുതിരകളെ കണ്ടു.
ഞങ്ങൾ തിരിച്ച് മടങ്ങുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഭയങ്കര നാരോ റോഡായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ഒരു 3 വെഹിക്കിൾസ് ബാക്ക് ടു ബാക്ക് കൊണ്ടുപോയി കുത്തി. അതാണിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വാളയാറിലുള്ള റൈസ് ബൗൾ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഫുഡൊക്കെ കഴിച്ച് അധികം ടയർഡൊന്നും ആയിരുന്നില്ല. ഒന്നാമത് ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റാണല്ലോ, അപ്പോൾ അധികം ടയർഡൊന്നും ആയിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പെട്ടെന്ന് തന്നെ വീടെത്തി. അപ്പോൾ ഇനി ഊട്ടിയിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തിങ് സേഫായി പോയി വരിക, എല്ലാ പ്രിക്കോഷൻസും എടുത്ത് പോയി വരിക. ആൻഡ് ദെൻ ഈ പാസ് മറക്കാതെ എടുക്കുക, എങ്കിലേ അങ്ങോട്ട് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ തിരിച്ചയക്കുന്നുണ്ട്, ഒരു എക്സ്ക്യൂസും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ടൂറിസത്തിന് വേണ്ടി തന്നെ അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ പാസ് ഡയറക്റ്റായിട്ട് കിട്ടും. സോ ഈ പാസ്സൊക്കെ എടുത്ത് സേഫായിട്ട് പോകുന്നവരുണ്ടെങ്കിൽ പോയി വരിക. അപ്പോൾ ലോക്ക്ഡൗണിന് ശേഷം നമ്മൾ പോയ 1 ഡേ ഊട്ടി ട്രിപ്പ് വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻസിൽ ഇനി നമ്മൾ എന്തൊക്കെ തരം വീഡിയോസ് ഇടണം, എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ചാനലിൽ എന്നുള്ള സജഷൻസൊക്കെ നിങ്ങൾ അറിയിക്കണം. കീപ്പ് ഓൺ സപ്പോർട്ടിങ് അസ്. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.